ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള ചില എക്സ്പ്രഷൻസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇത് നമുക്ക് സംസാരിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന എക്സ്പ്രഷൻസ് ആണ്. വളരെ ഈസിയാണ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന എക്സ്പ്രഷൻസ്, ഫസ്റ്റ് വൺ, ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. സെക്കൻഡ് വൺ, ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. തേർഡ് വൺ, ഡേ ഇൻ ഡേ ഔട്ട്. അപ്പോൾ ആദ്യത്തെ എക്സ്പ്രഷൻ, ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. അത് എന്താണ് അതിൻ്റെ മീനിങ്? ബ്ലിങ്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കണ്ണ് ചിമ്മുക എന്നല്ലേ. അപ്പോൾ കണ്ണ് ചിമ്മുക എന്ന് പറയുമ്പോൾ അതിന് എത്ര സമയമെടുക്കും? വളരെ കുറച്ച് സമയം എടുക്കുള്ളൂ. അപ്പോൾ വെരി ക്വിക്ക്ലി എന്നുള്ള മീനിങ്ങിലാണ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന് പറയുന്നത്. കാരണം നമുക്ക് കണ്ണ് ചിമ്മി ഇങ്ങനെ തുറക്കുന്ന ആ ഒരു സമയം, പെട്ടെന്ന് അടച്ച് തുറക്കുന്ന സമയം, അത് വളരെ കുറഞ്ഞ ഒരു സമയമാണ്. അപ്പോൾ വെരി ക്വിക്ക്ലി എന്ന മീനിങ്ങിലാണ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മൾ മാജിക് ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു ഫ്ലവർ പെട്ടെന്ന് ഒരു ബേർഡായിട്ട് മാറുന്നതൊക്കെ പെട്ടെന്നല്ലേ സംഭവിക്കുന്നത്, കുറേ സമയം എടുത്തിട്ടല്ലല്ലോ. അതാണ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന് പറയുന്നത്. ഹി ഡിഡ് ഹിസ് വർക്ക് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ എന്ന് പറഞ്ഞാൽ ഹി ഡിഡ് ഹിസ് വർക്ക് വെരി ക്വിക്ക്ലി. അവൻ വളരെ വേഗത്തിൽ അവൻ്റെ വർക്ക് ചെയ്തു. എവറിത്തിങ് ഡിസപ്പിയേർഡ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. എല്ലാ കാര്യങ്ങളും അപ്രത്യക്ഷമായി പെട്ടെന്ന്, ഒരു കണ്ണ് ചെമ്മുന്ന ആ ഒരു സമയം കൊണ്ട്. എവറിത്തിങ് ഡിസപ്പിയേർഡ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ഹി ടുക്ക് മൈ മൊബൈൽ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. എൻ്റെ മൊബൈൽ അവൻ എടുത്തു. അത് പെട്ടെന്നാണ് സംഭവിച്ചത്. ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ, വെരി ക്വിക്ക്ലി. ഹി ഡിലീറ്റഡ് മൈ മെസ്സേജസ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. എൻ്റെ മെസ്സേജസ് എല്ലാം അവൻ ഡിലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ, വെരി ക്വിക്ക്ലി. ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ആക്സിഡൻസ് അങ്ങനെയല്ലേ, പെട്ടെന്ന് സംഭവിക്കാം. ആക്സിഡൻസ് ക്യാൻ ഹാപ്പൻ ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ദ മജീഷ്യൻ ടുക്ക് ഔട്ട് 2 birds ഫ്രം ദ സ്മോൾ ബോക്സ് ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. മജീഷ്യൻ എന്ത് ചെയ്തു? ടുക്ക് ഔട്ട് 2 birds, 2 ബേർഡ്സിനെ എടുത്തു. ഫ്രം ദ സ്മോൾ ബോക്സ്, ഒരു ചെറിയ ബോക്സിൽ നിന്ന് 2 ബേർഡ്സിനെ എടുത്തു. അതെങ്ങനെയാണ്? വെരി ക്വിക്ക്ലി ഇൻ ദ ബ്ലിങ്ക് ഓഫ് ആൻ ഐ. ഇനി അടുത്ത എക്സ്പ്രഷൻ, ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. ഇൻ ദ കോഴ്സ് ഓഫ് ടൈം എന്ന് പറഞ്ഞാൽ ആസ് ടൈം ഗോസ് ബൈ, ആസ് ടൈം പാസസ്. അതായത് കാലക്രമേണ, ഗ്രാജുവലി എന്ന് പറയില്ലേ, കാലക്രമത്തിൽ. നമ്മൾ സാധാരണ പറയാറുണ്ട് എല്ലാ കാര്യങ്ങളും കാലക്രമേണ ശരിയാവും. ഇതൊക്കെ എല്ലാവരും മറക്കും, കാലക്രമേണ. അപ്പോൾ കാലക്രമേണ എന്നതിന് കുറച്ച് സെൻറ്റൻസസ് നമുക്ക് നോക്കാം. തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. എല്ലാ കാര്യങ്ങളും ശരിയാവും. തിങ്സ് വിൽ ഗെറ്റ് ബെറ്റർ എപ്പോഴാണ്? ഇൻ ദ കോഴ്സ് ഓഫ് ടൈം, ആസ് ടൈം ഗോസ് ബൈ. കാലം ഇങ്ങനെ കടന്നു പോകുമ്പോൾ, കുറേ കാലം കഴിയുമ്പോഴേക്കും അത് പതുക്കെ, ഗ്രാജുവലി എല്ലാം ശരിയാവും എന്നാണ്. Things will get better in the course of time. In the course of time, I got used to it. കാലക്രമത്തിൽ എനിക്ക് അത് ശീലമായി എന്നാണ്. In the course of time, I got used to it. എനിക്ക് ചില ശീലങ്ങളൊക്കെ അങ്ങനെയല്ലേ, ആദ്യം നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും, പിന്നീട് അത് ശീലമായി തുടങ്ങും. അപ്പോൾ ഒരു പാസ്റ്റ് ടെൻസിലെ സെൻറ്റൻസ് ആണത്. In the course of time, I got used to it. കാലക്രമത്തിൽ എനിക്ക് അത് പരിചയമായി, എനിക്കത് ശീലമായി. ഹി ഫോർഗോട്ട് എവറിത്തിങ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. അവനെല്ലാം മറന്നു, പതുക്കെ പതുക്കെ, കാലക്രമേണ. ഹി ഫോർഗോട്ട് എവറിത്തിങ് ഇൻ ദ കോഴ്സ് ഓഫ് ടൈം. അപ്പോൾ അതും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം, കാലക്രമേണ എന്ന മീനിങ്. അടുത്തത് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട്, അല്ലെങ്കിൽ ഡേ ഇൻ ഡേ ഔട്ട്. വളരെ റിപ്പീറ്റഡ് ആയിട്ട്, റെഗുലർലി, ലോങ് അവേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനാണ് പറയുന്നത് ഡേ ഇൻ ഡേ ഔട്ട്. ഹി വർക്ക്സ് ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് ടു ഗെറ്റ് സക്സസ്. അതല്ലെങ്കിൽ ഹി വർക്ക്സ് ഡേ ഇൻ ഡേ ഔട്ട് ടു ഗെറ്റ് സക്സസ്. വിജയിക്കുന്നതിന് വേണ്ടി, വിജയം കിട്ടുന്നതിന് വേണ്ടി അവൻ ഒരുപാട് വർക്ക് ചെയ്തു എന്നാണ്. കണ്ടിന്യൂസ്ലി, റിപ്പീറ്റഡ്ലി വർക്ക് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ 3 എക്സ്പ്രഷൻസ് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാം.